ഇനിയും ശബ്ദമുയർത്താതിരിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? രാജ്യം ഇന്ന് തെരുവിലാണ്. രാജ്യത്തിലെ യുവാക്കളും ഇന്ന് തെരുവിലാണ്. ഒരു അധ്യാപിക എന്ന നിലയിൽ എനിക്കിനി ശബ്ദമുയർത്താതിരിക്കാനാവില്ല. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും ശബ്ദമുയർത്തേണ്ടതുണ്ട്. നീറ്റ് പരീക്ഷ റദ്ദാക്കിയതിനെ തുടർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓർമ്മകളായി മാറിയത് 14ഓളം വിദ്യാർത്ഥികളാണ്. ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടവ. ഇനി റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് എത്രയാണെന്ന് നമുക്കറിയില്ല. ജൂലൈ 20 തിങ്കളാഴ്ച ഡൽഹി സാക്ഷ്യം വഹിച്ചത് വലിയൊരു പ്രക്ഷോഭത്തിനാണ്. ലാത്തിയും കണ്ണീർവാതകവും പിന്നെ ക്രൂരമായ വേട്ടയാടലും. എന്റെ ഈ ശബ്ദം വെറും രാഷ്ട്രീയ പാർട്ടികളോടുള്ള പ്രതിഷേധം മാത്രമല്ല, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിക്ക് വേണ്ടിയുള്ള ശബ്ദമാണ്. പഠിച്ചവന് അർഹത കിട്ടണം. വിദ്യാഭ്യാസത്തിന് വിശ്വാസ്യത തിരികെ വരണം. കാരണം ഓരോ വിദ്യാർത്ഥികളുടെ ഭാവിയേക്കാൾ വലുതായി മറ്റൊന്നില്ല. എന്റെ ശബ്ദമെന്നും നീതിക്ക് വേണ്ടിയായിരിക്കും, നീതിക്ക് ഒപ്പമായിരിക്കും. ഫാസിസത്തിനെതിരായ അതിശക്തമായ മുന്നേറ്റത്തിന് തുടക്കം കുറിക്കപ്പെടട്ടെ.